വിവോയുടെ വിവോ Y11 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y11 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6500 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പക്ഷേ 15 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഇത്രയും കൂടി ഒരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വരുമ്പം. അപ്പം ചാർജിങ് സ്പീഡ് അത്ര മികച്ചതല്ല. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് മൊത്തത്തിൽ നോക്കുമ്പം നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ ചാർജിങ് സ്പീഡ് അത്ര മികച്ചതല്ല. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടോ G57 പവർ പോലുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പോക്കോയുടെ M7 Plus ഒക്കെ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് 7000 mAh ബാറ്ററിയും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വലിയ യൂസ് ഒന്നുമില്ലാത്ത ഒരു AI സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ, കുറച്ചും കൂടി ബെറ്റർ റെസൊല്യൂഷനൊക്കെ കൊടുക്കായിരുന്നു. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനാണ്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് കൊടുക്കായിരുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാവ പ്ലേ മാക്സ്, അതുപോലെ തന്നെ ടെക്നോ പോവ 7 5G ഇതുപോലുള്ള ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഇതിൽ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് വരുന്നത്, അത്ര മികച്ചൊരു പെർഫോമൻസ് ലഭിച്ചോളണം എന്നില്ല. പിന്നെ ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ SGSൻ്റെ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. പിന്നെ മിഡ് നൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ സൺറൈസ് ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഈ ഒരു ഫോണിൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനെ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള കാര്യം. അത് തന്നെ ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. അപ്പം പറയുമ്പം ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷനേ ഉള്ളൂ. അപ്പം AMOLED ഡിസ്പ്ലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് M17 പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്, F17 പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പോക്കോയുടെ M7 Pro എന്ന സ്മാർട്ട് ഫോണിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഫോണുകളിലൊക്കെ AMOLED ഡിസ്പ്ലേയുടെ കൂടെ ഫുൾ HD റെസൊല്യൂഷനും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ HD റെസൊല്യൂഷനും LCD പാനലേ വരുന്നുള്ളൂ. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ, പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഇവിടെ മിസ്സിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് HD റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോഴെങ്കിലും അവർക്ക് പഞ്ചോൾ ഡിസൈൻ കൊടുക്കായിരുന്നു. എന്തായാലും അതിവിടെ വരുന്നില്ല. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പം ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. പിന്നെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. സംഭവം ശരിയാണ്, നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്.
പക്ഷേ ബാക്കി ഫീച്ചേഴ്സൊക്കെ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് എന്ന് പറയേണ്ട ഫീച്ചേഴ്സാണ്. ഇപ്പം ഇനി നിങ്ങൾക്ക് ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് മെയിനായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ പോക്കോ M7 പ്ലസ് കിട്ടും. അതിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള 7000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടറോളയുടെ G57 പവർ എന്ന സ്മാർട്ട് ഫോണിലും 7000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുപോലുള്ള ഫോണുകൾ കൺസിഡർ ചെയ്യാം. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ M17 F17 അതുപോലെ തന്നെ പോക്കോയുടെ M7 Pro ഒക്കെ വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പോക്കോ M7 Proയിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ലാവയുടെ പ്ലേ മാക്സ് അതുപോലെ തന്നെ ടെക്നോയുടെ പോവ 7 ഇതുപോലുള്ള ഫോണിലൊക്കെ വരുന്നുണ്ട്. ഇനി ക്യാമറ സെറ്റപ്പും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുള്ളൂ. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇത് കുറച്ചൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടായേക്കാം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.